എറണാകുളം വടവകോട് പുത്തൻകുരിശ് പഞ്ചായത്തിൽ ട്വിസ്റ്റ് 2020 പിന്തുണയോടെ UDF വിജയിച്ചു. UDFന്റെ റജി തോമസ് പ്രസിഡന്റാകും. റാഫി കരീം കൊച്ചിൻ. റാഫി, ആ ഒരു പുതിയ സമവാക്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണ്? 2020 പിന്തുണ UDFന് എങ്ങനെ? അസുഖയിലെ ഇന്നലെ രാത്രി വരെ നടന്ന ചർച്ചകളിൽ ഒരു ധാരണയുമില്ല എന്നുള്ളതായിരുന്നു എല്ലാ നേതൃത്വത്തിൽ നിന്നുമുള്ള പ്രതികരണം. എന്നാൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നതോടുകൂടിയാണ് അപ്രതീക്ഷിതമായ ഒരു നീക്കം UDFന്റെ ഭാഗത്തുണ്ടായത്. അപ്രതീക്ഷിതമായ ഒരു സഖ്യം വടവകോട് പുത്തൻകുരിശ് പഞ്ചായത്തിൽ രൂപപ്പെട്ടതായി ഇന്ന് തെരഞ്ഞെടുപ്പിലാണ് കണ്ടത്. കാരണം LDFന് 8ഉം UDFന് 7ഉം 2020ക്ക് 2ഉം എന്നിങ്ങനെയായിരുന്നു വടവകോട് പുത്തൻകുരിശ് പഞ്ചായത്തിലെ കക്ഷിനില. തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴാണ് 2020യുടെ 2 അംഗങ്ങൾ UDFന് അനുകൂലമായി വോട്ട് ചെയ്തത്. ഇതോടുകൂടിയാണ് കക്ഷിനില 9 UDFന് ലഭിച്ചത്. UDFന്റെ റജി തോമസ് അവിടെ പ്രസിഡന്റ് ആവുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ CPM വിമതന്റെ പിന്തുണയോടുകൂടിയാണ് ചേന്നമംഗലത്ത് UDF ഭരണം നേടിയത്. അവിടെ ഹരിദാസ് ആണ് UDFന്റെ ഭരണത്തിലേക്ക് എത്തിയത്. 9-10 എന്ന നിലയിലായിരുന്നു 9-9 എന്ന നിലയിലായിരുന്നു കക്ഷിനില. പിന്നാലെ വിമതനായ ഫസലുർ റഹ്മാന്റെ പിന്തുണയോടുകൂടി UDF ഇവിടെ അധികാരത്തിലെത്തുകയായിരുന്നു. ഒപ്പം തന്നെ 4 ഇടങ്ങളിലാണ് ജില്ലയിൽ ടോസിംഗ് നടന്നത്. ആർക്കും ഭൂരിപക്ഷമില്ലാത്തതിനെ തുടർന്നായിരുന്നു ടോസിംഗ് നടന്നത്. അതിൽ വടവകോട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് LDF ടോസിംഗിലൂടെ ഭരണത്തിലെത്തി. ഒപ്പം തന്നെ പിതൃക്ക പഞ്ചായത്തിലേക്ക് 2020യും ടോസിംഗിലൂടെ ഭരണത്തിലെത്തി. പോത്താനിക്കാട് പഞ്ചായത്തിലും ടോസിംഗ് ആണ് നടന്നത്. അവിടെയും LDF ആണ് ഭരണത്തിലെത്തിയത്. എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പുകളിൽ അപ്രതീക്ഷിത നീക്കമാണ് UDF നടത്തിയത്. നേരത്തെ ഒരു തരത്തിലുമുള്ള ധാരണ 2020യുമായി ഉണ്ടാക്കില്ല എന്നുള്ളതായിരുന്നു UDFന്റെ നിലപാട്. എന്നാൽ അതിൽ നിന്ന് വ്യതിചലിച്ചാണ് വടവകോട് UDF ഭരണം നേടിയത്. ഇതുമായി ബന്ധപ്പെട്ട് വടവകോട് പഞ്ചായത്ത് പ്രസിഡന്റ് റജി തോമസിനോട് നമ്മൾ പ്രതികരണം തേടിയിരുന്നപ്പോൾ ഒരു തരത്തിലുമുള്ള പിന്തുണ അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള വാഗ്ദാനവും ഒരു തരത്തിലുള്ള ധാരണയും 2020യുമായി ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. 2020യുടെ പിന്തുണ വ്യക്തിപരമായോ അല്ലെങ്കിൽ പാർട്ടിപരമായോ നേടിയിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ തനിക്ക് വോട്ട് ലഭിച്ചു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.